യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക 1,00,000-ഓളം സൈനികരെ പിൻവലിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. സഹായത്തിനായി ട്രംപ് യാചിച്ചിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണിച്ചിട്ടില്ലെന്നും ചവിട്ടിക്കൂട്ടി യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ പുറത്താക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതിനാലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു നടപടിക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ അകലുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത്തരമൊരു സംഭവങ്ങൾ ഇതിനു മുൻപൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പ്രതിസന്ധി ഘട്ടം വരികയും സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്ന സമയത്ത് സഹായിക്കാത്തതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അതിന് തിരിച്ചായിട്ട് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് തരത്തിലുള്ള പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായാലും ആ സമയത്തെല്ലാം വലിയ രീതിയിലുള്ള സഹായങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ തങ്ങൾക്ക് വന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളെ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ട്രില്യൺ കണക്കിന് പ്രതിരോധ ഈ ചിലവുകളാണ് വർഷാന്തം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക നീക്കി വെക്കാറുള്ളത്. അതെല്ലാം മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഏറെക്കുറെ വ്യത്യസ്ത രാജ്യങ്ങളിൽ സേവന പ്രവൃത്തി നടത്തുന്ന അമേരിക്കക്കാരെ തിരിച്ചു വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ സൈനികർ പിൻവാങ്ങുകയും ചെയ്തു. യൂറോപ്യൻ യൂറോപ്യൻ വിഭാഗങ്ങളും നാറ്റോ രാജ്യങ്ങളും പ്രതിരോധ ചെലവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇനി സ്വന്തമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം, അമേരിക്ക തന്നെ ആശ്രയിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഇന്തോ പസഫിക് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നടത്താൻ വേണ്ടിയിട്ടാണ് തങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ സൈന്യത്തെ പിൻവലിക്കുന്നത് എന്നൊരു ന്യായീകരണ കുറിപ്പ് ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇറാനെതിരെയുള്ള അമേരിക്കയെ സഹായിക്കാത്തതാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചയും വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ലോകരാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ, കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനും പറയുന്ന ഒരു മറുപടിയുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് മറുപടി കേൾക്കണമല്ലോ. അവർ പറയുന്ന കാര്യം, ഇറാനെതിരെയുള്ള നടപടി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ആലോചിക്കാതെ ട്രംപ് ഒറ്റയ്ക്ക് ചെയ്തൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത് ആലോചിച്ച് ചെയ്യേണ്ടതാണ്, പെട്ടെന്ന് ചെയ്യേണ്ടതല്ല. തങ്ങളത് ബാധിക്കരുത് എന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ട് എന്നവർ പറയുന്നു. മാത്രമല്ല, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് ഇറാൻ പറയുകയും ഇറാൻ്റെ പൂർവ്വകാല രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യം അപ്പാടെ തന്നെ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വിഭാഗമാണ് എന്നതിനാൽ അത്തരമൊരു സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ബദൽ സംവിധാനം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണ ട്രംപിനില്ലാതെ പോയി. ഇറാൻ തങ്ങൾക്കെതിരെ തിരിയുകയാണെങ്കിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുരാജ്യം എന്ന നിലയ്ക്ക് ഇറാൻ ആ രാജ്യത്തെയും ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാതെ ട്രംപ് സംസാരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു. കാരണം വളരെ എളുപ്പത്തിലാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ച് കണ്ടത്. ഭരണമാറ്റം ഉണ്ടാകുന്നു, അവിടെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരണാധികാരിയുടെ സ്ഥാനത്ത് വരുന്നു, ബാക്കിയുള്ള അവിടുത്തെ ഭരണ സംവിധാനത്തിൽപ്പെട്ട നേതാക്കന്മാരെ വധിക്കുന്നു. അങ്ങനെ വളരെ സിമ്പിളായ രീതിയിൽ ഒരു നാടകം എഴുതി തയ്യാറാക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ട്രംപ് അവതരിപ്പിച്ചതും അങ്ങനെ സ്വപ്നം കാണുകയും ചെയ്തത്. പക്ഷേ തിരിച്ചടി ഈ കഠോരമാണ് എന്നുള്ളതും കഠോരമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാല ചരിത്രത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ഭരണ സംവിധാനത്തെ സ്ഥാപിക്കുക എന്നുള്ളത് പല ഘട്ടങ്ങളിലായി പല സാഹചര്യത്തിലും ചെയ്യപ്പെട്ടതാണ്. ഏതൊക്കെയാണ് നമുക്ക് ആ സംഭവങ്ങൾ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. 2001 കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് അഫ്ഗാൻ യുദ്ധമാണ് അതിൽ ആരംഭം കുറിക്കുന്നത്. 2001 അഫ്ഗാൻ യുദ്ധം നമുക്കറിയാം. താലിബാൻ വിഭാഗം അല്ലെങ്കിൽ അൽ ഖ്വയ്ദ വിഭാഗം അമേരിക്കയുടെ പെൻറ്റഗൺ ആക്രമിച്ച് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭീകരവാദ സംഘടന
വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. അതോട് കൂടിയിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സംവിധാനം ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം അമേരിക്ക നടത്തിയ സമയത്ത് അതിന് കയ്യും കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൈ അയച്ചുകൊണ്ട് സഹായിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടന്, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങൾ അതിന് സഹായിച്ചിട്ടുണ്ട്. കാര്യം ലോക ചരിത്രത്തിൽ അത്ര ഒരു സംഭവം ആദ്യമായിട്ടാണ്. മാത്രമല്ല അമേരിക്കയുടെ ഹൃദയത്തിനാണ് മുറിവ് പറ്റിയത്. അവർക്ക് ലോകത്തെല്ലാ മേഖലയും നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ വീമ്പ് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി ഒരു വിമാനം വന്നിട്ട് കാണാതെ പോയി എന്നതിൻ്റെ നിരാശയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രയാസവും തീർച്ചയായിട്ടും അവർക്കുണ്ടായിരുന്നു. പിന്നീട് 2001 ശേഷം നടന്നതാണ് കൊസോവോ യുദ്ധം. കൊസോവോ യുദ്ധത്തിൽ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയെ കൈ അഴിഞ്ഞുകൊണ്ട് സഹായിച്ചു. അതിനുശേഷം പിന്നീട് ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന കേണൽ ഗദ്ദാഫിക്കെതിരെ അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധം. ആ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അമേരിക്കൻ സൈനികർ വലിയ രീതിയിൽ സായുധ സഹായങ്ങൾ നൽകുന്നു, വലിയ നിരീക്ഷണം നടത്തുന്നു. ആ തരത്തിലൊരു യുദ്ധം ആരംഭിച്ച സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും കാനഡയും സജീവ സാന്നിധ്യമായി അമേരിക്കയോടൊപ്പം നിന്നു. തുടങ്ങിയത് അമേരിക്കയാണെങ്കിലും യുദ്ധം പൂർത്തീകരിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോട് അന്നത്തെ ഗദ്ദാഫിക്ക് എന്താണ് ഇത്ര എതിർപ്പ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കയെ ഇത് തൃപ്തിയാക്കിയാൽ എത്രത്തോളം ഗുണമുണ്ടാകുമെന്ന് മാത്രമാണ് അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിച്ചത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നീട് ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖും കുവൈറ്റും തമ്മിലുണ്ടായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട രാജ്യങ്ങളുടെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കഠിനമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വിഷയങ്ങൾ ഏതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതിലൊരു ന്യായ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അഥവാ ബസറ വീണു ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈനികർ ആക്രമണത്തിന് വേണ്ടി പോകുന്നതിനോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലും അറേബ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലും ഒരു മധ്യസ്ഥ ശ്രമം വിപുലമായ രീതിയിൽ തന്നെ നടന്നു. ജോർജ് ബുഷാണ് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കുവൈത്തിനെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ഇറാഖിന്റെ സൈനികർ വിട്ടുപോയതോടുകൂടി ആ രാജ്യം സ്വതന്ത്രമായി. അതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം കുവൈറ്റിനുണ്ടായിട്ടുണ്ട്, അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കുവൈറ്റിൽ ജോലി ചെയ്ത മറ്റ് ഇതര രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ആരുടെ കയ്യിൽ? ഇറാഖിൽ നിന്ന് വാങ്ങാം. അമേരിക്കക്ക് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും വാങ്ങാം, നഷ്ടവും വാങ്ങാം. പകരം എന്ത് ചെയ്യണം? സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ അട്ടിമറിക്കാത്ത രീതിയിൽ അത് നിലനിൽക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, അതൊരു സംസ്കാര ഭൂമിയാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാഖും ഇറാഖിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ബാഗ്ദാദും അതിനോട് ചേർന്നിട്ടുള്ള മെസോപ്പൊട്ടോമിയൻ നഗരവും. മെസോപ്പൊട്ടോമിയ ഒരു കാലത്ത് രാജ്യം എന്നാണ് അറിയപ്പെട്ടത്, പിന്നാണ് അത് ഇറാഖായിട്ട് രൂപാന്തരം പ്രാപിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ സംസ്കാരം. അത് 3 സംസ്കാരം അതിൽ പറയുന്നുണ്ട്. ഒന്ന് അറേബ്യൻ സംസ്കാരം, ഒന്ന് മാനവ സംസ്കാരം, മൂന്നാമത്തത് മുസ്ലിം സംസ്കാരം. ഈ സംസ്കാരം എല്ലാം മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന ഇറാഖിൻ്റെ നദിയോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഒരു വെടിയുതിർക്കുന്ന സമയത്ത് അത് തങ്ങൾക്കിட்ட നെഞ്ചിന് വെടിയുതിർക്കുന്നതിനോട് തുല്യമാണ്. അല്ലെങ്കിൽ തങ്ങളുടെ സംസ്കാരത്തിന് നേരെ അമേരിക്ക വെടിവെക്കുക എന്ന് പറയുന്ന സമയത്ത് ചരിത്രപരമായ രീതിയിൽ ഞങ്ങൾ വല്ലാത്ത രീതിയിൽ പിറകോട്ട് പോയിപ്പോവും. വരും തലമുറ ഞങ്ങളെ ചൂണ്ടി നിങ്ങൾ കുറ്റവാളി ആണ് എന്ന് പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടാവും. ആയതിനാൽ എന്ത് ചെയ്യരുത്? ബാഗ്ദാദിനെ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, അത്തരം പ്രവൃത്തി ചെയ്യരുത്. ഇനി സദ്ദാം ഹുസൈൻ്റെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ അതുപോലും ആലോചിക്കുക. കാരണം സൈനികപരമായ രീതിയിൽ ക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രതിരോധ സംവിധാനം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക വലിയ പ്രയാസമാണ്. അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും എന്തായിട്ടില്ല, അവരത് സമ്മതിച്ചിട്ടില്ല. ഈ കാര്യം പല യൂറോപ്യൻ രാജ്യങ്ങളോടും അറേബ്യൻ രാജ്യങ്ങൾ സംസാരിച്ചതിൽ ജർമ്മനി, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളെല്ലാം അത് ഏറെക്കുറെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്ന നിലപാടാണ് ശരി എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നും അമേരിക്കയുടെ ഈ നിലപാട് പൂർണ്ണമായി യോജിച്ചിട്ടില്ല എന്നും പറയുന്നു. ഏതാണെങ്കിലും അമേരിക്കയുടെ ഉദ്ദേശ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നീട് അവിടെ ഈ വംശനശീകരണത്തിൻ്റെ ആയുധ സംവിധാനങ്ങൾ ഉണ്ട് എന്നൊക്കെയാണെന്ന് ആരോപണം. അത് കണ്ടുപിടിക്കാനാണല്ലോ അങ്ങോട്ട് പോയത്. എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ നിന്ന് എവിടെ അങ്ങനെ നിരോധിക്കപ്പെട്ട
ഒരു ആയുധം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആയിരുന്നു. ടോണി ബ്ലെയർ പിന്നീട് മാപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേനും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് ഇറാനിലെത്തിയതോട് കൂടിയിട്ടാണ് റൂട്ട് മാറി സഞ്ചരിക്കുന്നത്. ചരിത്രത്തെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തല തിരിഞ്ഞാണ് പോകുന്നത് എങ്കിൽ അതിൻ്റെ മാരകമായിരിക്കുന്ന മുറിപ്പാട് ഈ പ്രതിരോധ രംഗത്തേക്കാൾ അപ്പുറമായിരിക്കും, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്തു. ഹോർമുസ് കടലാണെങ്കിൽ വേറെന്ത് വിഷയമാണെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക സഹായിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ശത്രുവാക്കാൻ തങ്ങൾ താല്പര്യമില്ല എന്നുള്ളത്. ഈ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായത്, അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അകത്താൻ പ്രധാനമായിരിക്കുന്ന കാരണം. ഇത്രയും കാലത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ ഹോർമുസ് കടലിൽ പോലും സ്വന്തമാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം അമേരിക്ക അനുഭവിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ഉള്ള രാജ്യങ്ങളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യങ്ങളോ പരസ്യമായ രീതിയിൽ തങ്ങൾ അമേരിക്കക്കൊപ്പം എന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്രത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സൈനികരെ പിൻവലിച്ചാൽ എത്രത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലെ പ്രയാസം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.